ഒരു നടനും സംവിധായകനും എഴുത്തുകാരനും എന്ന നിലയിൽ ഋഷഭ് ഷെട്ടി ഇന്ത്യൻ സിനിമയിൽ നടത്തിയ യാത്ര വളരെ പ്രചോദനകരമാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒന്ന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബാറ്ററി ക്യാനുകൾ വിൽക്കല്, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ ജോലി എന്നിങ്ങനെ നിരവധി ജോലികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ക്ലാബ് ബോയ്, സ്പോട്ട് ബോയ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നീ റോളുകളിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. ഇതിനിടയിൽ ബാംഗ്ലൂർ ഗവൺമെന്റ് ഫിലിം ആൻഡ് TV ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷനിൽ ഡിപ്ലോമയും നേടി. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് തന്റെ ജന്മനാടായ കുന്താപുരയിലെ പരമ്പരാഗത കലാരൂപമായ യക്ഷഗാന നാടകങ്ങളിലൂടെയാണ്. ഈ പാരമ്പര്യ കലയിലുള്ള അഗാധമായ അദ്ദേഹത്തിന്റെ അറിവാണ് കാന്താര എന്ന സിനിമയുടെ ആത്മാവായി മാറിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന അഭിനയം 2012 പുറത്തിറങ്ങിയ തുഗ്ലക് എന്ന ചിത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ വേഷങ്ങളിൽ നിരവധി ചിത്രങ്ങൾ. 2016 റിക്കി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റവും കുറിച്ചു. 2018 സംവിധായകൻ എന്ന നിലയിൽ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. 2019 ബെൽബോട്ടം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായക നടനായും അരങ്ങേറ്റം കുറിച്ചു. 2022 അദ്ദേഹം സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച കാന്താര കന്നഡ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. കാന്താര ചാപ്റ്റർ 1 വേണ്ടി അദ്ദേഹവും കുടുംബവും എടുത്ത റിസ്ക് ഒന്ന് വേറെ തന്നെയാണ്. സിനിമയുടെ ചിത്രീകരണത്തിനും കഥാപാത്രങ്ങളുടെ സ്വാഭാവികമാക്കുന്നതിനും വേണ്ടി ഋഷഭ് ഷെട്ടിയും കുടുംബവും നഗരങ്ങളിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് തീരദേശ ഗ്രാമങ്ങളിലേക്ക് താമസം മാറ്റുകയും കുട്ടികളെ പോലും ഗ്രാമത്തിലെ പ്രാദേശിക സ്കൂളുകളിൽ ചേർക്കുകയും അതോടൊപ്പം തന്നെ തന്റെ വ്യക്തിപരമായ സൗകര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു. കാന്താരയുടെ ഷൂട്ടിങ്ങിനിടയിൽ 4-5 തവണ മരണത്തെ മുഖാമുഖം കണ്ടുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിനടിയിലെ മലയിടുക്കുകളിലെയും ഷൂട്ടിംഗ് അത്രയേറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. കാന്താര പോലെയുള്ള ഒരു മെഗാ പ്രൊജക്റ്റിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുക, അതോടൊപ്പം തന്നെ ചിത്രം സംവിധാനം ചെയ്യുക, അതിന്റെ തിരക്കഥ എഴുതുക എന്നീ 3 ഉത്തരവാദിത്തങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരിശ്രമം. ഇത് ചലച്ചിത്ര ലോകത്ത് വളരെ അപൂർവമാണ്. കന്നഡ സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് ഹോട്ടലിൽ നിന്ന് ക്ലാബ് ബോർഡിലേക്കും അവിടെ നിന്ന് ഇന്ന് 700 കോടി ക്ലബിലേക്കും എത്തിയ ഋഷഭ് ഷെട്ടിയുടെ യാത്ര ഒരു ഫീനിക്സ് പക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് തുല്യമാണ്.